നമസ്കാരം. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളം പ്രതീക്ഷയിലാണ്. കേരളത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കും. കേരളത്തിൽ BJPക്ക് സീറ്റ് ലഭിച്ചാൽ കേന്ദ്ര മന്ത്രിസ്ഥാനം ഉറപ്പായിരിക്കുമെന്നും ആ മണ്ഡലം വികസനത്തിൽ ഏറെ മുന്നേറുമെന്നും കേന്ദ്രവുമായി അടുത്ത വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന മറ്റൊരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരവും. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MP എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ത്യ മുന്നണി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മെച്ചപ്പെടുത്തിയെങ്കിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ NDA സർക്കാർ തന്നെ ഭരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ലായിരുന്നു എന്നതായിരുന്നു വാസ്തവം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദിച്ചും അതിലേറെ അത്ഭുതവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പുകളായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. ഈ നേട്ടം അപ്രതീക്ഷിതമായിരുന്നു എന്ന രീതിയിലായിരുന്നു ഈ കുറിപ്പുകൾ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിലുള്ള സുവർണ അവസരം കളഞ്ഞുകുളിച്ചു എന്നല്ലാതെ മറ്റൊന്നും പറയാനാവില്ല. ഇനി തൃശൂർ കാണാൻ പോകുന്നത് വികസനത്തിന്റെ കൂടെ പൂരമായിരിക്കും. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ തന്നെ ഇതിനുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നും, എന്നാൽ അന്ന് കേരളത്തിലെ വികസന വിരോധികൾ അത് ചാണകമെന്ന് പറഞ്ഞു. ഇപ്പോൾ പാർലമെന്റിൽ ചാണകത്തെ സഹിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തൃശൂരിൽ നിന്നുള്ള MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും MP ആയി താൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളായിരുന്നു തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത്. എന്നാൽ അത് തിരിച്ചറിയാനുള്ള വിവേകം തിരുവനന്തപുരത്തിന് ഇല്ലാതെ പോയി.